എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ രാത്രി ഡിന്നറിനൊക്കെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോംബോയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റൊട്ടിയും ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ ഒന്നും അരക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു പൊട്ടറ്റോ മസാല കുറുമയും കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റൊട്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 250 ml ഈ ഒരു കപ്പിൽ 1.5 കപ്പ് അളവിൽ ഇതുപോലെ ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പത്തിരിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വറുത്തിട്ടുള്ള പച്ചരിപ്പൊടി വേണ്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ അളവ് കപ്പ് ഇല്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഒരു 1.5 ഗ്ലാസ് അളവിൽ അരിപ്പൊടി എടുത്താൽ മതി. ബാക്കി ചേരുവകൾ നമ്മൾ കറക്റ്റ് ഒരു ഗ്ലാസ്സിനനുസരിച്ച് ചേർത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതുപോലെ 1 കപ്പ് അളവിൽ തേങ്ങയാണ് കേട്ടോ വേണ്ടത്. തേങ്ങ നമ്മൾ പുളി എടുത്തതിന് ശേഷം ആ ഒരു ബ്രൗൺ സ്കിന്നൊക്കെ കളയുക. എന്നിട്ട് ആ ഒരു വൈറ്റ് മാത്രമായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അത് 1 കപ്പ് ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് എടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഒരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ നമ്മളൊന്ന് അരച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല ഫൈനായിട്ട് ഇതുപോലെ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് നമ്മൾ അരിപ്പൊടി അളന്നിട്ടെടുത്ത അതേ കപ്പിൽ തന്നെ 1.5 കപ്പ് അളവിൽ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ തേങ്ങയുടെ ഒരു കൂട്ടും കൂടെ ഉള്ളത് കൊണ്ട് 1.5 കപ്പ് വെള്ളത്തിന് 1.5 കപ്പ് പൊടി തന്നെ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു തേങ്ങയുടെ ഒരു പേസ്റ്റ് ഇല്ലേ, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നമുക്ക് ഈ ഒരു തേങ്ങയുടെ ഒരു മിക്സിന് നല്ല പോലെ തന്നെ ചൂടായി നല്ല വെട്ടിത്തിളച്ച് വരണം കേട്ടോ. ചെറുതായി ചൂടായ മാത്രം പോരാ, നല്ല വെട്ടിത്തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു 1.5 കപ്പ് അളവിൽ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, നല്ല ചൂടായി നല്ല വെട്ടിത്തിളച്ച് കിടക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ആ ഒരു പൊടി ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ഒരു 1.5 കപ്പ് പൊടി ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ തീ കുറച്ച് വെച്ച് കൊടുത്തിട്ടൊന്ന് വാട്ടി കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത് ആ ഒരു പൊടിയൊന്ന് വാട്ടി കുഴച്ചിട്ടെടുക്കാം കേട്ടോ. ഇതുപോലെ അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ പൊടിയൊന്ന് വാട്ടി കുഴച്ചെടുത്തതിന് ശേഷം ഇനി നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് ഇതുപോലെ അടച്ച് തന്നെ വെച്ച് കൊടുക്കാം. 2 മിനിറ്റിന് ശേഷം വലിയൊരു പാത്രത്തിലേക്ക് നമുക്ക് ആ ഒരു മാവിട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചിട്ടെടുക്കണം കേട്ടോ. ആ ഒരു ചൂട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നല്ല മയത്തിൽ നമ്മൾ ഈ ഒരു മാവൊന്ന് കുഴച്ചിട്ടെടുക്കുക. നല്ല ചൂടുള്ള സമയത്ത് അങ്ങ് കുഴക്കണ്ട, നമ്മുടെ കയ്യിൽ താങ്ങാൻ പറ്റുന്ന ഒരു ചൂടുള്ള സമയത്ത് നമ്മളൊന്ന് കുഴച്ചിട്ടെടുക്കുക. നമ്മുടെ കയ്യിൽ അധികം ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കൈയൊന്ന് ജസ്റ്റ് വെള്ളത്തിൽ മുക്കിയിട്ട് നല്ല മയത്തിൽ ഇതുപോലൊന്ന് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതുണ്ടല്ലോ, നല്ല മയത്തിൽ നല്ല സോഫ്റ്റ് ആക്കി ഞാൻ ഇതുപോലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു മാവ്. ഇനി ഈ ഒരു മാവിന് നമുക്ക് അത്യാവശ്യം വലിയൊരു ഉരുള എടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ. ഒന്ന് നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ബാക്കി നമ്മൾ അടച്ച് തന്നെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇതങ്ങ് ഉണങ്ങിപ്പോവും. പരത്തിയെടുക്കാനായിട്ടൊരു കൗണ്ടർ ടോപ്പിലേക്കോ ചപ്പാത്തി പലകിലേക്ക് കുറച്ച് അരിപ്പൊടി നമ്മളിതിലൊന്ന് വെതറി കൊടുക്കുക. ഇതുപോലെ കൈ കൊണ്ട് നമ്മൾ നന്നായിട്ട് ഉരുട്ടിയെടുത്തൊരു മാവ് കൈ കൊണ്ട് തന്നെ ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത്രയും നൈസായിട്ടങ്ങ് പരത്തരുത്, കുറച്ച് കട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് പരത്തിയെടുത്തതിന് ശേഷം കറക്റ്റ് ഒരു റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ എടുക്കാവുന്നതാണ്. ബാക്കി കട്ട് ചെയ്തൊരു മാവും വീണ്ടും നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് പരത്തിയിട്ടെടുക്കാം. നമ്മൾ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഏത് പാത്രത്തിലേക്കാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത് ആ ഒരു പാത്രത്തിലും കുറച്ച് പൊടിയൊന്നും നമ്മൾ തൂക്കി കൊടുക്കണം കേട്ടോ, അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളൊരു തുണി വെച്ച് കവറും ചെയ്ത് കൊടുക്കണം, ആ ഒരു മാവ് ഉണങ്ങി പോകാതിരിക്കാനും വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം തന്നെ പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ചുട്ടിട്ടെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. 1-2 തവണ നമ്മൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ഇത് പൊങ്ങി വരും ഇതുപോലെ.
ഇതുപോലെ നമ്മൾ ചുട്ടിട്ട് അപ്പോൾ തന്നെ ഒരു കാസറോളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളൊരു കാസറോളിട്ട് അടച്ചു വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു റൊട്ടി കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും നമ്മൾ കഴിക്കാൻ എടുക്കുന്ന സമയത്ത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചുട്ടിട്ടെടുക്കാം കേട്ടോ. ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഇത് കണ്ടില്ല അത്യാവശ്യം നന്നായിട്ട് നമുക്കിതൊന്ന് പൊങ്ങി കിട്ടും. രണ്ട് സൈഡ് നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം ഇതുപോലെ കാസറോളിട്ട് തന്നെ നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അരിപ്പൊടിയും തേങ്ങയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൽ ഒരു തേങ്ങയുടെ ഒരു കൂട്ടും കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റൊട്ടിയുടെ കൂടെ ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കിയിട്ട് എടുക്കുന്നത് തേങ്ങ ഒന്നും അരയ്ക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു പൊട്ടറ്റോ മസാല കുറുമയാണ്. അതിനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതൊരു 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഞാൻ ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിൽ ഒരുപാടങ്ങ് ചെറുതാക്കണ്ട, ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ മാറ്റി മാറ്റിയിട്ട് കൊടുത്ത് ഇതുപോലെ കുറച്ച് സമയം നമ്മൾ ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് കണ്ടില്ലേ ഉരുളക്കിഴങ്ങ് ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുക കേട്ടോ. നന്നായിട്ട് വേവിച്ചിട്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒരു പാകമായിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഈ ഒരു പാനിൽ നിന്ന് നമുക്ക് ഇതങ്ങെടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഓയിലൊന്ന് മിച്ചം വന്നിട്ടുണ്ട്, കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം വലിയൊരു സവാള ഇതിലൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സവാളൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ഇതിലൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ് കേട്ടോ. അപ്പോൾ ഒരു പെരിഞ്ജീരകം കൂടി ചേർത്തൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 7-8 മിനിറ്റോളം ഇതിലൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അത്രയും സമയം നമ്മളിത് തുടർച്ചയായിട്ട് അങ്ങ് വെച്ച് കൊടുക്കരുത്, ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ ഒരു 7-8 മിനിറ്റോളം നന്നായിട്ട് അടച്ച് വെച്ച് കൊടുത്ത് നമ്മളിന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ ഇത് വെന്തിട്ടുണ്ടായിരിക്കും കേട്ടോ. നന്നായിട്ട് വഴൻ്റെ ഇതിലൊന്ന് വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു ചൂട് അത്യാവശ്യം ഒന്ന് കുറഞ്ഞതിന് ശേഷം മിക്സിയുടെ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ നമ്മളൊന്ന് അരച്ചിട്ടെടുക്കുക. ഇനിയും ഈ ഒരു പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് ചെറിയ 2 കഷ്ണം കറുവപ്പട്ടയും 2 ഗ്രാമ്പും 2 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ തീ ഒന്നെങ്കിൽ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. പൊടി ചേർത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താലും മതി, കാരണം നമ്മൾ ഈ ഒരു സമയത്താണ് ഇതിലേക്ക് പൊടിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പൊടികൾ ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാലയോ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയോ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ അളവിൽ ഞാനിപ്പോൾ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മളിത് ഇളക്കിയിട്ടെടുക്കുക. പൊടികളുടെ പച്ചച്ചൊവയൊന്ന് മാറി വന്നതിന് ശേഷം അപ്പോൾ തന്നെ നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒരു അരപ്പില്ലേ അത് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക കേട്ടോ. ഈ ഒരു അരപ്പ് ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റോളം തന്നെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ ഓയിലൊക്കെ അത്യാവശ്യം നമുക്കൊന്ന് തെളിഞ്ഞ് കിട്ടണം. ആ ഒരു സമയത്തിന് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1.5 കപ്പ് മുതൽ 2 കപ്പ് വരെ നമുക്കിതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചൂടുള്ള വെള്ളമല്ല കേട്ടോ, ചെറിയൊരു ചൂട് മാത്രം മതി. വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങില്ലേ ആ ഒരു ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കിയിട്ട് എടുക്കുക കേട്ടോ. ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഒരു 3 പച്ചമുളക് ഇതുപോലെ നെടുക്കി ഒന്ന് കീറിയതാണ്, അതും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് എടുക്കുക. അതിനുശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം നമ്മളിന്ന് കുക്ക് ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഇതുപോലെ തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ചൊരു എരിവിൻ്റെ കുറവുള്ളത് കൊണ്ട്
ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. തേങ്ങ ഒന്നും അരക്കാതെ വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ നമ്മുടെ ഒരു പൊട്ടറ്റോ മസാലക്കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു റൊട്ടിയുടെ കൂടെ ഈ ഒരു പൊട്ടറ്റോ കറിയും കൂടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കറിയൊക്കെ നമുക്ക് മറ്റ് ചപ്പാത്തിയും ഇടിയപ്പവും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങ ചേർത്തിട്ടുള്ള അരിപ്പൊടി കൊണ്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു റൊട്ടിയും ഈ ഒരു കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.